ചില പ്രണയങ്ങൾ വാക്കുകളിൽ ജനിക്കുന്നില്ല, അവ മൗനത്തിൽ വിരിയുന്നു. വെൽക്കം ടു അവർ സ്റ്റോറി രാക്ഷസവേദ എപ്പിസോഡ് 1. മുഖ്യ കഥാപാത്രങ്ങൾ: നായിക വൈദേഹി, നായകൻ ദക്ഷ്. വൈദേഹിയുടെ കുടുംബം: അച്ഛൻ രാമകൃഷ്ണൻ, അമ്മ ലീല, അനിയത്തി ഗൗരി. ദക്ഷിന്റെ കുടുംബം: അച്ഛൻ മഹേന്ദ്ര റാവു, അമ്മ ലക്ഷ്മി. രാത്രി മഴ നിശബ്ദമായി ഭൂമിയെ തള്ളിക്കൊണ്ടിരുന്നു. വേദ ഉറക്കത്തിലേക്ക് വഴുതിയപ്പോൾ അവളുടെ മനസ്സ് ഒരുപാട് പരിചിതമായൊരു അപരിചിത ലോകത്തിലേക്ക് വഴുതി. മഴയിൽ നനഞ്ഞൊരു ചെറുവഴി, ചുറ്റും ആരുമില്ല, അവൾ മാത്രം. അവൾ പതുക്കെ നടക്കുമ്പോൾ അവളുടെ മുന്നിലേക്ക് ഒരാൾ എത്തുന്നു. ഒരു ചെറുപ്പക്കാരൻ. മുഖം വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. മഴത്തുള്ളികളും മങ്ങിയ വെളിച്ചവും അവൻ്റെ മുഖം മറച്ചിരിക്കുന്നു. പക്ഷേ അവൻ്റെ സാന്നിധ്യം അവൾ അന്യമായില്ല. അവൻ അടുത്തേക്ക് വന്നു. ഒന്നും പറയാതെ അവളുടെ കൈ പിടിച്ചു. അവൻ്റെ ദൃഢമായ കൈകൾ അവളുടെ ഇടുപ്പിനെ സാവധാനം ചുറ്റിപ്പിടിച്ചു. അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി. പിന്നെ അവളുടെ നെറ്റിയിൽ മൃദുവായി ഒരു ചുംബനം പതിപ്പിച്ചു. വേദയുടെ ശ്വാസം മുട്ടി. നിനക്കായി എത്ര കാലം കാത്തിരുന്നു. അവൻ്റെ ശബ്ദം ഹൃദയത്തിൽ പതിഞ്ഞുപോയി. അവൻ അവളുടെ നെറ്റിയിൽ സാവധാനം ചുംബിച്ചു. ആ സ്പർശനം ഒരജ്ഞാതമായ സുഖം, ഒരു സുരക്ഷിതത്വം. ആരാണ് നീ? വേദ മന്ദമായി ചോദിച്ചു. അവൻ ചിരിച്ചു. പക്ഷെ അവൻ്റെ മുഖം വീണ്ടും മങ്ങിപ്പോയി. വേദ പെട്ടെന്നുണർന്നു. ശ്വാസം വേഗതയേറിയതായി. ഹൃദയം നിയന്ത്രണമായി ഇടിക്കുന്നു. ആരായിരുന്നു അവൻ? അവൾ തൻ്റെ നെഞ്ചിൽ കൈവച്ചു. പക്ഷെ മറുപടിയില്ല. അതേസമയം നഗരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ദക്ഷും അതേ രാത്രി ഒരു സ്വപ്നത്തിലായിരുന്നു. പുഷ്പങ്ങൾ നിറഞ്ഞൊരു തോട്ടം. കാറ്റ് മൃദുവായി വീശുന്നു. അവൻ ആരെയോ കാത്തു നിൽക്കുന്നു. അപ്പോൾ അവൾ എത്തുന്നു. ഒരു പെൺകുട്ടി. മുടി കാറ്റിൽ നൃത്തം ചെയ്യുന്നു. കണ്ണുകളിൽ പറയാത്ത കഥകൾ. നീ വീണ്ടും വന്നു. ദക്ഷ് ചിരിച്ചു. അവൾ അടുത്തേക്ക് നടന്നു. എപ്പോഴും വരും, അവൾ മൃദുവായി പറഞ്ഞു. അവൾ അവൻ്റെ കൈ പിടിച്ചു. അവരുടെ മിഴികൾ തമ്മിൽ കോർന്നു. അവൻ്റെ ദൃഷ്ടി പതുക്കെ അവളുടെ മുഖമൊട്ടാകെ അലഞ്ഞു നടന്നു. ഒടുവിൽ എന്തോ കണ്ടെത്തിയതുപോലെ അവൻ്റെ അധരങ്ങൾ അവളുടെ ചുണ്ടുകളിലേക്ക് നിശ്ചലമായി. ആ സ്പർശനം അവൻ്റെ മനസ്സിനെ ശാന്തമാക്കി. ദക്ഷ് അവളുടെ മുഖത്തേക്ക് നോക്കി. അവളെ തിരിച്ചറിയാൻ ശ്രമിച്ചു. നീ ആരാ? അവൾ ചിരിച്ചു. പക്ഷേ ഒരു കാറ്റ് വീശി. പുഷ്പങ്ങൾ പറന്നു. അവളുടെ മുഖം മങ്ങി. ദക്ഷ് ഉണർന്നു. ശ്വാസം കനത്തു. ഇതെന്താ? ഓരോ രാത്രി. അവൻ കണ്ണുകൾ അടച്ചു. വീണ്ടും ഓർക്കാൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ മുഖം മാത്രം അവനിൽ നിന്ന് മറഞ്ഞു. 2 സ്വപ്നങ്ങൾ, 2 ഹൃദയങ്ങൾ, ഒരേ കഥയുടെ തുടക്കം. വൈദേഹി. വാതിൽ തട്ടുന്ന ശബ്ദം. അവൾ പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. ശ്വാസം കുത്തനെ ഉയർന്നിരുന്നു. എന്താ മോളെ? ലീല വാതിൽ തുറന്നകത്തു വന്നു. വേദ കിടക്കൽ നേരെയിരുന്നു. ഒന്നുമില്ലാമേ. ഒരു സ്വപ്നം. ലീല അവളുടെ അടുത്തിരുന്നു. എന്ത് സ്വപ്നം? വൈദേഹി പറയുവാൻ അല്പം മടിച്ചു. ഒരാളെ കണ്ടു. മുഖം വ്യക്തമായില്ല. പക്ഷേ എന്തോ സ്ട്രേഞ്ച് ആയിരുന്നു. ലീല ചിരിച്ചു. അതായത് വിവാഹപ്രായം എത്തി എന്ന് ദൈവം ഓർമ്മിപ്പിക്കുന്നതാവും. വൈദേഹി ചുണ്ടുകൾ കൂർപ്പിച്ചു. അമ്മേ പ്ലീസ്, ലീല കളിയായി പറഞ്ഞു. ശരി ശരി, എങ്കിൽ ഞാൻ ദൈവത്തോട് പറയും നല്ലൊരു വരനെ വേഗം അയക്കാൻ. വൈദേഹി ഇപ്പോൾ സീരിയസ് ആയി. എനിക്കിപ്പോൾ വിവാഹമൊന്നും വേണ്ട. എനിക്ക് എൻ്റെ കരിയർ ആണ് ഫോക്കസ്. ലീല ഒരു നിമിഷം അവളെ നോക്കി. അവളുടെ ഉറച്ച നിലപാട് മനസ്സിലാക്കി. ശരി, നീ പറയുന്നത് പോലെ എന്നും പറഞ്ഞ് അമ്മ താഴേക്ക് പോയി. അല്പസമയം കഴിഞ്ഞ് വേദു, ഭക്ഷണം കഴിക്കാൻ വാ. അമ്മയുടെ ശബ്ദം അടുക്കളയിൽ നിന്ന് മുഴങ്ങി. വരാം അമ്മ. വൈദേഹി മറുപടി നൽകി. ഒരു നിമിഷം കൂടി ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്ന ശേഷം അവൾ പതുക്കെ താഴേക്കിറങ്ങി. ആ നിമിഷം കാത്തിരുന്നതുപോലെ ഗൗരി പതുക്കെ ചുറ്റും നോക്കി. മിഷൻ സ്റ്റാർട്ട്. 1 അടി, 2 അടി. അവൾ ശബ്ദമില്ലാതെ വൈദേഹിയുടെ മുറിയിലേക്ക് കയറി. അലമാര തുറന്നു. വാവ്! അവളുടെ കണ്ണുകൾ തെളിഞ്ഞു. എത്ര ഡ്രസ്സുണ്ടെങ്കിലും എനിക്കിഷ്ടമുള്ളതെല്ലാം ചേച്ചിയുടേതാണ്. ഒരു സാരി എടുത്തു നോക്കി. ഒരു ടോപ്പ്, പിന്നെ ഒരു ദുപ്പട്ട. ഇത് സൂപ്പറാണ്. അവൾ ചിരിച്ചുകൊണ്ട് അത് സ്വന്തം മേൽ വെച്ച് നോക്കി. അതുപോലെ ഡ്രസ്സ് സെർച്ച് ചെയ്യുന്നതും ചേച്ചിയുടെ ഐറ്റംസ് അടിച്ചു മാറ്റുന്നതും ഗൗരിയുടെ ഫേവറേറ്റ് ഹോബിയായിരുന്നു. അതിനിടയിൽ പടികൾ കയറുന്ന ശബ്ദം. ഗൗരി! വൈദേഹിയുടെ ശബ്ദം കേട്ട് ഗൗരി ഒന്ന് ഞെട്ടി. അയ്യോ! വൈദേഹി വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ച. അലമാര തുറന്നു കിടക്കുന്നു. ഡ്രസ്സെല്ലാം പുറത്തേക്ക്. അതിന് നടുവിലായി നിൽക്കുന്ന ഗൗരി. നിനക്ക് വീണ്ടും തുടങ്ങിയോ? വൈദേഹി കൈകൾ മടക്കി നിന്നു. അത് ഞാൻ നോക്കിയതാ. ഗൗരി ചിരിച്ച് മറുപടി നൽകി. നോക്കിയതോ അല്ലെങ്കിൽ എടുത്തതോ? വൈദേഹി അടുത്തേക്ക് നടന്നു. ഇതെനിക്ക് വേണം. ഗൗരി ദുപ്പട്ട പിടിച്ച് പിന്നോട്ട് നീങ്ങി. വെക്കത്. വൈദേഹി പിടിക്കാൻ ശ്രമിച്ചു. ഇല്ല. ഗൗരി ഓടി തുടങ്ങി. മുറിയിലുടനീളം ഇരുവരും ഓടി തളർന്നു. ചിരിയും ചെറിയ അടിപിടിയും ചേർന്നൊരു നിമിഷം. അമ്മേ നോക്കണേ, വൈദേഹി വിളിച്ചു. അമ്മ ഓടിയെത്തി. ഇനി എന്താണ്? രണ്ടുപേരും നോക്കി തല കുനിച്ചു. ഒരു ദിവസം പോലും ശാന്തമായിരിക്കാൻ പറ്റില്ല നിങ്ങളെ കൊണ്ട്. ഗൗരി പതുക്കെ വൈദേഹിയുടെ പിന്നിൽ ഒളിച്ചു. അമ്മ, ഇത് എൻ്റെ ഫേവറേറ്റ് ആണ്, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ ഫേവറേറ്റ് ആണെങ്കിൽ നീ വാങ്ങി ഉപയോഗിക്കണം, അമ്മ കർശനമായി പറഞ്ഞു. വൈദേഹിയും ഗൗരിയും തമ്മിൽ നോക്കി. ഒരു നിമിഷം നിശബ്ദത. പിന്നെ രണ്ടുപേരും ഒരുമിച്ച് ചിരിച്ചു. മതി, ഇരുവരും താഴേക്ക് വാ, ഭക്ഷണം തണുത്തു, അമ്മ പറഞ്ഞു തിരിഞ്ഞു നടന്നു. വൈദേഹി ഗൗരിയെ നോക്കി. നിന്നെ പിന്നെ കണ്ടോളാം. ഞാൻ തയ്യാറാണ്. ഗൗരി ചിരിച്ചു. അവരുടെ ഇടയിൽ ആ ചെറുവഴക്ക് പോലും സ്നേഹത്തിൻ്റെ മറ്റൊരു രൂപം മാത്രമായിരുന്നു. താഴേക്കിറങ്ങിയപ്പോൾ ഡൈനിങ് ടേബിളിൽ രാമകൃഷ്ണൻ ഇരുന്നിരുന്നു. ലേറ്റാണല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. വേദ ചെറിയൊരു ചിരി പാസാക്കി. ലേറ്റ് അല്ല അച്ഛാ, ജസ്റ്റ് പെർഫെക്റ്റ് ടൈമിങ്.
ലീല ഭക്ഷണം വിളമ്പി. അവർ 4 പേരും ഒരുമിച്ചിരുന്നു. ഒരു സിമ്പിൾ ഫാമിലി മൊമെന്റ്. വൈകുന്നേരത്തെ ഫംഗ്ഷൻ ഓർമ്മയുണ്ടല്ലോ? ലീല ചോദിച്ചു. അറിയാം. വേദ ഒരു ചെറിയ നെടുവീർപ്പിട്ടു. രാമകൃഷ്ണൻ ചിരിച്ചു. വൈകുന്നേരം അവളുടെ മുറിയിൽ നിൽക്കുകയായിരുന്നു വൈദേഹി. അവൾ ഒരു സോഫ്റ്റ് പേസ്റ്റൽ സാരി തിരഞ്ഞെടുത്തു. സിമ്പിൾ ആൻഡ് എലഗന്റ്. അവളുടെ അരയോളം വരുന്ന മുടി ലൂസായി അഴിച്ചിട്ടു. മിനിമൽ മേക്കപ്പിൽ അവളുടെ സൗന്ദര്യം എടുത്തു കാണിച്ചു. അവളുടെ കണ്ണുകളിൽ ദൃഢതയും വാക്കുകളിൽ മൂർച്ചയും മുഖത്തൊരു കോൺഫിഡൻസും കാണാം. അവൾ ശ്രദ്ധ നേടാൻ ശ്രമിച്ചില്ല. പക്ഷേ അവളെ കാണുമ്പോൾ ആളുകളുടെ ശ്രദ്ധ അവളിലേക്ക് ആകർഷിക്കുന്ന തരത്തിലായിരുന്നു. റെഡിയായില്ലേ? ലീല വിളിച്ചു. വരുന്നമ്മേ. അവളൊരു ലാസ്റ്റ് ലുക്ക് മിററിൽ നോക്കി. അവൾക്ക് തന്നെ ഒരു കാം ഫീലിംഗ്. പക്ഷേ സ്വപ്നം ഒരു നിമിഷം വീണ്ടും മനസ്സിലേക്ക് വന്നതും അവൾ തന്റെ നോട്ടം മാറ്റി വേഗം താഴേക്കിറങ്ങി. മിററിന്റെ മുന്നിൽ നിൽക്കുകയാണ് ഗൗരി. ഇന്ന് ഫംഗ്ഷൻ ആയതിനാൽ അവൾ സ്പെഷ്യലായി ഡ്രസ്സ് സെലക്ട് ചെയ്തിരുന്നു. ഒരു പീച്ച് ഷെയ്ഡ് ലെഹങ്ക, സൂക്ഷ്മമായ ഗോൾഡൻ എംബ്രോയിഡറി ഉള്ളത്, ചെറിയ സ്റ്റോൺ വർക്ക് കൊണ്ട് തിളങ്ങുന്ന ബ്ലൗസ്, അതിന് മാച്ച് ചെയ്യുന്ന ലൈറ്റ് ദുപ്പട്ട. മുടി അല്പം ലൂസായി സെറ്റ് ചെയ്തു. ചെറിയ ജിംക ഇട്ടപ്പോൾ അവൾ കണ്ണാടിയിൽ തന്നെ നോക്കി ചിരിച്ചു. ഇന്ന് ഞാൻ തന്നെയാണ് സ്റ്റാർ. അപ്പോഴേക്കും വാതിൽ തുറന്ന് വേദ അകത്തേക്ക് കയറി. ഗൗരി ഒരു നിമിഷം നോക്കി നിന്നു. വാവ് ചേച്ചി, സൂപ്പറായല്ലോ. വൈദേഹി ചെറുതായി ചിരിച്ചു. നീയാണ് കൂടുതൽ ക്യൂട്ട്. അവൾ മറുപടി നൽകി. അതെനിക്കറിയാം, ഗൗരി കളിയോട് പറഞ്ഞു. രണ്ടുപേരും മിററിൽ ഒരുമിച്ച് നോക്കി നിന്നു. ഒരാളുടെ കണ്ണുകളിൽ മറ്റൊരാളുടെ അഭിമാനം. റെഡി? വൈദേഹി ചോദിച്ചു. ഓൾവേസ് റെഡി. ഗൗരി ചിരിച്ചു. താഴേക്കിറങ്ങിയപ്പോൾ അമ്മ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. രണ്ടെണ്ണം സുന്ദരികളായിട്ടുണ്ട്. അമ്മയുടെ കണ്ണുകൾ സന്തോഷത്തിൽ നിറഞ്ഞു. ഇനി പോകാമോ? ഫംഗ്ഷൻ ലേറ്റ് ആവും, അച്ഛൻ പറഞ്ഞു. കാർ സ്റ്റാർട്ടാക്കി ഗൗരി ആദ്യം ഓടിപ്പോയി ഡോറ് തുറന്നു. ചേച്ചി വേഗം വാ. വൈദേഹി ചിരിച്ചുകൊണ്ട് അവളുടെ പിന്നാലെ നടന്നു. രണ്ടുപേരും കാറിൽ കയറി. അവരുടെ ചിരിയും ചെറിയ കളിയാക്കലുകളും കൂടി ആ യാത്ര ഒരു സന്തോഷത്തിന്റെ തുടക്കമായിരുന്നു. ഫംഗ്ഷൻ കൊച്ചിയിലെ ആ വലിയ ഓഡിറ്റോറിയം ആ സന്ധ്യയിൽ പ്രകാശത്തിലും ശബ്ദത്തിലും ജീവിച്ചു നിന്നിരുന്നു. മഞ്ഞ വെളിച്ചം പുഷ്പങ്ങളിലൂടെ വീണ് ചിതറുമ്പോൾ മൃദുവായ സംഗീതം ഹാളിലുടനീളം പടർന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളും വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ സന്തോഷത്തിൽ സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നു. ഹാളിലെത്തിയ വേദ ചുറ്റും നോക്കി. അവിടെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ജലി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ആഹാ, നീ വന്നോ? അവൾ ചോദിച്ചു. വേദ ചിരിച്ചു. നീ ഫോഴ്സ് ചെയ്തിട്ട് കൊണ്ടുവന്നതല്ലേ എന്നെ എന്ന് പറഞ്ഞതും അഞ്ജലി അവളെ നോക്കി ചുണ്ടുകൂട്ടി. പിന്നീട് ചോദിച്ചു. ബൈ ദ വേ, എന്തോ കാര്യമായി പറയാനുണ്ടായിരുന്നെന്ന് തോന്നുന്നു. എന്താണ്? വേദ അല്പം ചിന്തിച്ചു. ഇന്ന് രാവിലെ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം? അഞ്ജലി കണ്ണുയർത്തി. ഡീറ്റെയിൽസ് പ്ലീസ്. വേദ ചിരിച്ചു. ഒരു അൺനോൺ ഗായ്, മുഖം പോലും ക്ലിയർ അല്ല. പക്ഷെ അവൻ പറഞ്ഞു ഞാൻ അവനെ തെറ്റിദ്ധരിക്കുമെന്ന്. പിന്നെ സ്വപ്നത്തിൽ കണ്ടതെല്ലാം വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു കൊടുത്തു. അഞ്ജലി പെട്ടെന്ന് ചിരിച്ചു. വാവ്, ഹീറോ എൻട്രി ഓൾറെഡി സ്വപ്നത്തിലാണല്ലോ. അഞ്ജലി. നമുക്ക് പിന്നെ സ്വപ്നമില്ലല്ലോ. അഞ്ജലി. വേദ അല്പം ചമ്മിയ പോലെയായി. നെക്സ്റ്റ് സ്റ്റെപ്പ് ലവ് സ്റ്റോറി കൺഫേംഡ്. അഞ്ജലി കളിയാക്കാൻ തുടങ്ങി. വേദ മനസ്സിൽ ഏത് നേരത്താണോ എന്തോ ഇവളോട് പറയാൻ തോന്നിയത്. എന്നിട്ട് പറഞ്ഞു, അത് സ്വപ്നമാണ്, നത്തിങ് മോർ. അഞ്ജലി ഉള്ളിലെ ചിരിയടക്കി പറഞ്ഞിപ്പിച്ചു. നമുക്ക് നോക്കാം.